ഹലോ, വെൽക്കം ടു ആൾ. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഇലക്ട്രിക് ചാർജസ്, അതുപോലെ തന്നെ ആറ്റത്തിനകത്ത് വരുന്ന ചാർജുകൾ ഏതൊക്കെയാണ്, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അതിൻ്റെ കൂടെ എന്താണ് ഇലക്ട്രിസിറ്റി എന്നുള്ളതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഒരു പരിധിവരെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതായത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പ്രധാന കാരണം, അതായത് അങ്ങനത്തെ ഉപകരണങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വൈദ്യുതി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ, അതായത് ഒരു ഊർജ്ജ സ്രോതസ്സാണ് വൈദ്യുതി, അത് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ നമുക്ക് ഒരുപാട് തുച്ഛം ചിലവ് വഹിച്ചാൽ മതി ബാക്കിയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ വൈദ്യുതിനെ ഈസി ആയിട്ട് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇലക്ട്രിക് സിഗ്നലുകളാണ് സൗണ്ട് സിസ്റ്റങ്ങളിൽ നിന്ന് വരുന്ന സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സിഗ്നലുകളെ ഈസി ആയിട്ട് സൗണ്ട് എന്നുള്ള എനർജി രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ബൾബുകൾ വൈദ്യുതി ഊർജ്ജം ഉപയോഗിച്ച് വെളിച്ചം, ലൈറ്റ് എനർജി നമുക്ക് തരികയാണ്. അപ്പോൾ വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. പക്ഷേ ആ എനർജി രണ്ട് തരത്തിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും, അതായത് ചലനമില്ലാതെ വരുന്ന ഇലക്ട്രിസിറ്റിയും, അതിൻ്റെ കൂടെ കറണ്ട് ഇലക്ട്രിസിറ്റിയും, നമ്മൾ ഈ എന്നും നിത്യേന കാണുന്ന നമ്മൾ ഓരോ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഇലക്ട്രിസിറ്റിയും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ചാർജുകളെ കൊണ്ട്, അതായത് അനക്കമില്ലാതെ ചാർജുകളെ കൊണ്ട് ഉണ്ടാവുന്ന വൈദ്യുതിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിന് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് റോഡ് ഈ വൂളൻ ക്ലോത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സിൽക്ക് ക്ലോത്തിൻ്റെ മുകളിലൊക്കെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു പേപ്പർ നുറുക്കുകളിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ പേപ്പർ നുറുക്കുകൾ ആ ഗ്ലാസ് റോഡിൻ്റെ മുകളിൽ, അതായത് ഇപ്പോൾ സ്കെയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ സ്കെയിലിൻ്റെ മുകളിൽ അത് പറ്റി പിടിക്കും, അതായത് അത് ഒട്ടി നിൽക്കും, അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അവിടെ വരുന്ന ഒരു ചാർജ് ട്രാൻസ്ഫറാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ടെലിവിഷനിൽ നമ്മൾ അത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീനിൻ്റെ അവിടെ കൈ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അത് സംഭവിക്കുന്നത് ആ സ്ക്രീനിനകത്ത് വരുന്ന ചാർജുകൾ നമ്മുടെ കയ്യിലെ ഹെയറിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന ചാർജസ് കൊണ്ട് നമുക്ക് വൈദ്യുതി പോസിബിളാക്കാം. അതിനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി, അതായത് ഒഴുകുന്ന ഇലക്ട്രിസിറ്റി ഇൻ മോഷൻ ഡ്യൂ ടു ചാർജ്, അതായത് ചാർജുകളുടെ മോഷൻ കൊണ്ടുണ്ടാവുന്ന വൈദ്യുതിയാണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്. അപ്പോൾ ചാർജുകളുടെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന ചാർജുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വരുന്ന ചാർജുകളാണ്. പക്ഷെ എങ്ങനെയാണ് എല്ലാ വസ്തുക്കളിലും ഈ ഒരു ചാർജ് ഒഴുകുന്നതിന് അതിൻ്റെ ഡിപ്പെൻഡൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ചാർജുകൾ ഒഴുകാനുള്ള കാരണം, അതുപോലെ പൊട്ടൻഷ്യൽ, നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഏത് ദിശയിലാണ് ഒഴുകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഒരു സെക്ഷനിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് തരം വൈദ്യുതിയാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക് കറണ്ടും. ഇനി ഇലക്ട്രിസിറ്റി വരുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ആറ്റമാണ് എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിനകത്തുള്ള മാറ്റങ്ങളാണ് ശരിക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും കടന്നു പോകുന്നതിനും ഒക്കെ ആയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സെക്ഷനിൽ ആറ്റം, മോളിക്യൂൾസ്, അതിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഏതൊരു വസ്തുവിൻ്റെയും
ഏറ്റവും ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്, അതായത് അത് നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്നുള്ളതാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ ആറ്റം ടൈനിയാണ്, അതായത് വളരെ ചെറുതാണ്, ഇൻവിസിബിളാണ്, കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്, ഓരോ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ചാർജ് കൊടുക്കുന്ന ഫാക്ടറുകൾ, അതായത് ചാർജ് ക്യാരി ചെയ്യുന്ന ആൾക്കാരായിട്ട് വരുന്നതാണ് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നുള്ളത്. ന്യൂട്രോൺ ചാർജ് 0 ആണ്, പക്ഷേ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത് ഇവർ 3 പേരാണ്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് വരുന്ന ഒരു പദാർത്ഥമാണ് ഇലക്ട്രോൺ. ആറ്റത്തിനകത്ത് വരുന്ന നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് പോസിറ്റീവ് ചാർജ് കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിക്കിളാണ്, അതായത് ഒരു ഘടകമാണ്. ഇത് രണ്ടും, അതായത് നെഗറ്റീവും പോസിറ്റീവും ചാർജ് ഇല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് ന്യൂട്രോൺ. ഈ 3 പാർട്ടിക്കിളുകളാണ്. പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഒരു ആറ്റത്തിനകത്തുള്ളത്. ഇവരുടെ 3 പേരുടെയും അറേഞ്ച്മെൻ്റ് ആണ് ഒരു ആറ്റത്തിന് വൈദ്യുതി കണ്ടക്ട് ചെയ്യണം, അതായത് വൈദ്യുതി കടത്തി വിടണോ അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടണ്ടായോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് പറയാം, ഓൾ ദ മാറ്റർ ഈസ് ഇലക്ട്രിക്കൽ, എല്ലാ മാറ്ററും ഇലക്ട്രിക്കലാണെന്ന് പറയാം. കാരണം എന്താണ്, എല്ലാ മാറ്ററിനകത്തും ചാർജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു ആറ്റമോ അല്ലെങ്കിൽ ഏതൊരു സംയുക്തമോ മോളിക്യൂളോ അല്ലെങ്കിൽ സംയുക്തോ കോമ്പൗണ്ടോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ചാർജുകളുണ്ട്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വസ്തുവിൻ്റെ ഘടകം തന്നെയാണ്, അതായത് വസ്തുവിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്, സവിശേഷത തന്നെയാണ്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ളതിൻ്റെ കമ്പാരിസൺ, അവരുടെ ചാർജുകൾ എങ്ങനെയാണ്, അതുപോലെ മാസ്, അറ്റോമിക് മാസ് യൂണിറ്റ്, റിലേറ്റീവ് ചാർജ്, അങ്ങനെയുള്ളത്. ഏറ്റവും മാസ് കുറവുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിനേക്കാളും മാസ് കൂടിയ വസ്തുവാണ്. അപ്പോൾ സാധാരണയായി തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 9.11 ഇൻറ്റു 10⁻³ കിലോ. 10⁻³ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയ വാല്യൂ, ഒരു 1047 മടങ്ങ് അല്ലെങ്കിൽ 1027 മടങ്ങോളം വലിയ മാസമാണ് പ്രോട്ടോണിൽ. ഇലക്ട്രോണിൻ്റെ മാസ് 1 എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും 1027 മടങ്ങ് വരുന്ന മാസാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ വരുന്നത്. 1027 ആ ഒരു റേഞ്ചിൽ അത്രയും മടങ്ങ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാല്യൂ, അതായത് ഇപ്പോൾ കിലോഗ്രാമിൽ ഒരിക്കലും കെമിസ്ട്രിയിൽ റെപ്രസെൻ്റ് ചെയ്യില്ല. അതിനാണ് ഈ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആറ്റത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള മാസ് എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഏകദേശം 1 AMU വരുന്നുണ്ട്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 5% മാത്രമേ വരുന്നുള്ളൂ. അതായത് 5% അല്ല, 0.5% മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി ചാർജ് എന്താണെന്നുള്ളത്. ഇലക്ട്രോൺ ചാർജ് വരുന്നത് കൂളമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോണിൻ്റെ ചാർജ് കൂളമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ -1.602 ഇൻറ്റു 10⁻⁻19 ആണ്. അതുപോലെ തന്നെ പ്രോട്ടോണും അതേ ചാർജ് തന്നെയാണ് വരിക, പക്ഷേ എന്ത് മാറ്റമുണ്ട്, അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും എന്ന് മാത്രം. ഇനി റിലേറ്റീവ് ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആറ്റത്തിൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും 1.602 ഇൻറ്റു 10⁻⁻19 ചാർജ് കുറഞ്ഞു അല്ലെങ്കിൽ കൂടി എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പറയാൻ കെമിസ്ട്രിയിൽ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അതായത് ഇപ്പോൾ ഓരോ റിയാക്ഷനിൽ ഇങ്ങനെ പറയുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലേറ്റീവ് ചാർജ് എന്നുള്ള പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ റിലേറ്റീവ് ചാർജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, +1 -1 എന്നുള്ള രീതിയിൽ പ്രോട്ടോണിൻ്റെ ചാർജിനെയും ഇലക്ട്രോണിൻ്റെ ചാർജിനെയും
അടിസ്ഥാനപരമായിട്ട് പറയാൻ പറ്റും. ഇനി ആറ്റോമിക് സ്ട്രക്ചർ, എങ്ങനെയാണ് ആറ്റത്തിനകത്ത് ഈ 3 പാർട്ടിക്കിളുകൾ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഒത്ത നടുക്ക് വരുന്ന ഒരു വലിയ സെൻറ്ററായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് എന്നുള്ളത്. അപ്പോൾ ആറ്റത്തിനകത്ത് ഒത്ത നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ആണ് പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത്. അതായത് ആറ്റത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ന്യൂക്ലിയസ് എന്നുണ്ട്. ന്യൂക്ലിയസ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോമ്പിനേഷനാണ്. അതായത് അവർ കൂടിച്ചേർന്നിട്ടാണ് ന്യൂക്ലിയസ് രൂപപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മാസ് ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോണും പ്രോട്ടോണും ആണെന്നുള്ളത്. അതായത് ഒരു ആറ്റത്തിനുള്ളിലെ ഘടകങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ മാസ് വരുന്നത് ന്യൂട്രോണും പ്രോട്ടോണുമാണ്. ഇലക്ട്രോണിന് വളരെ കുറവാണ് മാസ് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനകത്താണ് ഈ ന്യൂട്രോണും പ്രോട്ടോണും സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ 90% മാസ്, അതായത് അതിൻ്റെ ഭാരം 90% കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ ന്യൂക്ലിയസിനകത്തായിരിക്കും. 90%-നേക്കാളും മുകളിലെന്ന് പറയാം. കേന്ദ്രീകരിച്ചിട്ടുള്ളത് ശരിക്ക് ആ ന്യൂക്ലിയസിനകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സെൻറ്റർ എന്നുള്ള രീതിയിലാണ് ന്യൂക്ലിയസ് അറിയപ്പെടുന്നത്. കാരണം ആറ്റത്തിൻ്റെ മുഴുവൻ മാസും ആ ന്യൂക്ലിയസിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി എവിടെയാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് അകലെ ഓരോ എനർജി ലെവലുകളായിട്ടാണ് ഇലക്ട്രോൺ നിൽക്കുന്നത്. അതായത് എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എനർജി ലെവലിലും വ്യത്യസ്തം എണ്ണം ഇലക്ട്രോണുകളെ മാത്രം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഷെൽഫ് പോലെയാണ്. അപ്പോൾ ഓരോ എനർജി ലെവലിലും ഇത്ര എണ്ണം ഇലക്ട്രോൺ മാത്രം നിൽക്കാൻ കഴിയൂ എന്നുള്ള രീതിയിൽ ഓരോ എനർജി ലെവൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എനർജി ലെവലുകളെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഷെൽ എന്നാണ്. അപ്പോൾ ഷെല്ലുകൾക്ക് നമ്മൾ അവയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്പറിങ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് ഷെൽ നമ്പർ n എന്നുള്ള രീതിയിൽ സ്മോൾ ലെറ്റർ n എന്നുള്ള രീതിയിൽ 1 2 3 4 എന്നിങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പറിൻ്റെ കൂടെ അവയ്ക്ക് വരുന്ന പേരായിട്ടാണ് K L M N എന്നൊക്കെ അവയുടെ പേര് പോലെ നെയിം ചെയ്യപ്പെട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നത് ഷെൽ നമ്പർ 1 എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് K ഷെൽ. അതുപോലെ 2 ആവുന്ന സമയത്ത് L ഷെൽ, 3 ആവുന്ന സമയത്ത് M ഷെൽ, 4 ആകുമ്പോൾ N, അങ്ങനെ എക്സെട്ര പോകുന്നു. അപ്പോൾ ഈ ഓരോ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറയണം. അപ്പോൾ ഇലക്ട്രോൺ ഓരോ എനർജി ലെവലിൽ ഫില്ല് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഷെല്ലിലും വ്യത്യസ്തം എണ്ണമാണ് ഇലക്ട്രോണുകൾ ഫില്ലാവുന്നത്. അപ്പോൾ ഒരു ഷെല്ലിൽ എത്രയാണ് ഇലക്ട്രോൺ ഫില്ലാവുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സമവാക്യമാണ് 2n² എന്നുള്ളത്. ഒന്നുകൂടെ പറയാം, 2n². 2n² എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ nth ഷെൽ ഈക്വൽ ടു 2n². ഈ 2n² വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n-ന് 1 2 3 4 എന്നുള്ള രീതിയിൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഷെല്ലിലും, ഒന്നാമത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിൽ, അങ്ങനെ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതം കൊള്ളും അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ആൻസർ കിട്ടും. അതായത് അതിൻ്റെ ഉത്തരം വരുന്നത് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ, നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോൺ, അഞ്ചാമത്തെ ഷെല്ലിൽ 50 ഇലക്ട്രോൺ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഷെല്ലിനകത്തും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചില എലമെൻറ്റുകളിൽ ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ആയിട്ട്
അവരുടെ എനർജി ലെവലുകൾ ഫില്ലാവും. ചില ചില എലമെൻറ്റുകളിൽ എന്ത് സംഭവിക്കും, ഷെല്ലുകളിൽ ബാലൻസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യില്ല, ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് എക്സ്ട്രാ ആയിട്ട് അപ്പുറത്തെ ഷെല്ലിലേക്ക് കയറി നിൽക്കുന്ന പോലെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ ഇലക്ട്രോണുകളെ ഷെല്ലുകളിൽ ഫില്ല് ചെയ്യുന്ന പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. അത് ഞാനിതിൽ രേഖപ്പെടുത്തിയില്ല. അപ്പോൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഇനേർട്ട് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലും കംപ്ലീറ്റ് ഇലക്ട്രോൺ ഫില്ലായി നിൽക്കുന്ന അവസ്ഥയിൽ ഉള്ള മൂലകങ്ങൾ, എലമെൻറ്റുകളാണ് ഇനേർട്ട് എലമെൻ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവാത്ത എലമെൻറ്റുകളുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത്. ഇനേർട്ട് എലമെൻറ്റുകൾ കൂടുതൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കുന്നില്ല, കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. മറ്റ് എലമെൻറ്റുകൾ അവരുടെ ആ ഷെൽ നമ്പർ ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് കംപ്ലീറ്റ് ഇലക്ട്രോണും കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ഷെല്ലിലും കൃത്യം എണ്ണം ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് നിർത്തുക എന്നുള്ള രീതി എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എലമെൻറ്റുകൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, മൂലകങ്ങൾ ഓരോ സംയുക്തങ്ങളായിട്ടും തന്മാത്രകളായിട്ടും മാറുന്നത്, അതായത് മോളിക്യൂൾസ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടൊക്കെ മാറി വരുന്നത്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ നടക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം. ഇനി ചില എലമെൻറ്റുകളിൽ തന്നെ ഇതുപോലെ എന്താണ് ലൂസായിട്ടാണ് ഇലക്ട്രോൺസ് ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ലൂസായിട്ട് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഷെല്ലുകളിൽ വരുന്ന ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്തുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും നാം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ്റം എപ്പോഴും ന്യൂട്രലായിരിക്കും. പക്ഷേ ചില സമയത്ത് ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് പിടിച്ചു നിർത്താനായിട്ട് ന്യൂക്ലിയസിന് പറ്റിയെന്ന് വരില്ല. അത് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിനുള്ളിലുള്ള ഇലക്ട്രോണുകളെ തന്നെ അതിനെ തടയുന്നതും അങ്ങനെയുള്ള ഓരോ കാരണങ്ങളുമുണ്ട്. കൃത്യമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ചില ഇലക്ട്രോണുകൾ ഷെല്ലിൽ നിന്ന് ലൂസായിട്ട് പുറത്തു വരും. അതായത് അവർ ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റു എനർജി ലെവലിലേക്ക് മാറാൻ കഴിയുന്ന ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് ആണ് എന്തിന് സാധ്യമാക്കുന്നത്, ഒരു വസ്തുവിലൂടെ വൈദ്യുതി കടത്തിവിടാൻ, അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ അലുമിനിയം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അലുമിനിയം കമ്പി. അപ്പോൾ ഈ അലുമിനിയം കമ്പിക്കകത്ത് കോടാനുകോടി ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ അലുമിനിയം ആറ്റത്തിലും 1-2 ഇലക്ട്രോണുകൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലൂസായിട്ടാണ് ബന്ധിപ്പിച്ച് നിർത്തിയെങ്കിൽ, അപ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണുകളെ എന്തിന് സഹായിക്കും, അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു അലുമിനിയം വയർ അല്ലെങ്കിൽ കമ്പിയിലൂടെ എന്ത് പോസിബിൾ ആവുന്നത്, വൈദ്യുതി കടത്തിവിടാനായിട്ട് പോസിബിൾ ആവും. അപ്പോൾ ഇലക്ട്രിക് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് ബേസിക്കായിട്ട് ഒരു വസ്തുവിൻ്റെ ഘടനാപരമായിട്ട് തന്നെയുള്ള ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.